മഹല്ല് ഉത്തരവാദിത്തപ്പെട്ടവരും ഭാരവാഹികളും ഒക്കെ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മനസ്സിലാക്കാൻ കൂടിയാണ്. മഹല്ല് രേഖകൾ മുഴുവൻ ഉമീദ് പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യാൻ ഉന്നതാധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. ഇപ്പോഴും പലരും ഉണർന്ന് ചിന്തിച്ചിട്ടില്ല. രാജ്യവ്യാപകമായുള്ള വഖഫ് സ്വത്തുകൾ കൃത്യമായി സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ വരുന്ന ഭാവിയിൽ എന്താണ് സംഭവിക്കാന്നറിയില്ല. വഖഫ് രേഖകളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ വഖഫ് പോർട്ടലുകളിൽ വന്നിട്ടില്ലാത്ത വഖഫ് സ്വത്തുകൾ മുഴുവൻ പിടിച്ചെടുക്കപ്പെട്ടേക്കാം, അന്യാധീനപ്പെട്ടേക്കാം, കൈകടത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് വഖഫ് പോർട്ടലുകൾക്ക് പ്രശ്നമുണ്ട്. വഖഫ് പോർട്ടലുകളുടെ ഉള്ളിൽ ചതികളും അപകടങ്ങളും പതിയിരിക്കുന്നുണ്ട്. അത് കൈകാര്യം ചെയ്യുന്ന സ്ഥാനത്ത് വർഗീയതയുടെ മുഖമുദ്രകളെ കാണുന്നുണ്ടെങ്കിലും കാലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി നമ്മുടെ രേഖകൾ സമർപ്പിക്കുന്ന വിഷയത്തിൽ മഹല്ല് ഭാരവാഹികൾ അതുപോലെ നാട്ടുകാരായ ആളുകൾ ഉണർന്ന് ചിന്തിക്കണം. ഈ രേഖ കൊടുക്കുന്ന പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എളുപ്പമാണ്. നിങ്ങളുടെ പള്ളിക്ക് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? 947 രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള എത്ര പള്ളികൾ കർണാടകയിലുണ്ട്? എത്ര പള്ളികളുണ്ട്? വഖഫ് സ്വത്തുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് നടക്കുന്നുണ്ടോ? അത് ഏത് മതക്കാരനുമായിട്ടാണ് ആ കേസ് നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഔദ്യോഗികമായി ഒരു രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളുടെ കീഴിൽ വരുന്ന ഒരു പോർട്ടൽ പച്ചയ്ക്ക് വർഗീയത ചോദിക്കാണ്. നിങ്ങൾ തമ്മിൽ കേസ് നടക്കുന്നുണ്ടോ എന്നല്ല, ഈ വഖഫ് സ്വത്തുമായി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ആളിന്റെ മതം ഏതാണ്? ആ മതം ഒന്ന് പറഞ്ഞു തരൂ.